നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ധാരാളം കിടിലം മാച്ചുകളുണ്ടായിരുന്നു. എല്ലാ മാച്ചിലും ഓൾമോസ്റ്റ് ഗോൾ ഫെസ്റ്റ് വരുന്നത്, അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. സോ നമ്മൾ ഈ വീഡിയോയിലൂടെ 3 മാച്ചുകളാണ് കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ബാക്കി മാച്ചുകളുടെ വീഡിയോ ചിലപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. എപ്പോഴാണെന്ന് അറിയത്തില്ല. സോ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ സെക്കൻഡ് ചാനലിൽ ലിങ്ക് ചെയ്യാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. സോ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുമ്പോഴേക്കും ആർസണൽ ഈ സീസൺ തങ്ങളെ സീരിയസ്ലി തന്നെ എടുക്കണമെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്നലെ കൊടുത്തത്. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലെ ബയൺ മ്യൂണിക്കിനെ 3-1 തോപ്പിച്ചുകൊണ്ട് പ്യുവർ ഡോമിനേഷൻ, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ടു ആൻ എക്സ്റ്റെൻഡ് ഈവൻ എന്ന് പറഞ്ഞാലും സെക്കൻഡ് ഹാഫിൽ പക്ക ഡോമിനേഷൻ ഫ്രം ആർസണൽ. 3-1 കംഫർട്ടബിൾ വിൻ അറ്റ് ദ എൻഡ്. അതും ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റായിട്ട് കളിക്കുന്ന യൂറോപ്പിലെ 2 ടീമുകൾ, ആർസണലും അതുപോലെ തന്നെ ബയൺ മ്യൂണിക്കും. ബയൺ മ്യൂണിക്ക് സീസണിലെ ആദ്യത്തെ തോൽവിയാണ്. അവരാകപ്പാട് ഈ സീസൺ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന യൂണിയൻ ബെർലിൻ അഗേൻസ്റ്റ് 2-2 ഡ്രോ ആയ ഒരു മാച്ച് മാത്രമാണ്. ബാക്കി എല്ലാ മാച്ചും ജയിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബയൺ മ്യൂണിക്കിനെ ആധികാരികമായി തോപ്പിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം. ബയൺ മ്യൂണിക്ക് വേഴ്സസ് ആർസണൽ റീസെന്റ് ഹിസ്റ്ററിയിൽ ആർസണലിന്റെ മേലെ എപ്പോഴും ഒരു ഡോമിനേഷൻ ബയൺ മ്യൂണിക്കിനുണ്ട് അല്ലേ. നല്ല സ്കോർ മാർജിനിൽ എപ്പോഴും തോപ്പിക്കാറുള്ളതാണ്. സോ ആർസണലിന് മുമ്പിലുള്ള ഒരു മതിലായിരുന്നു. ആ ഒരു മതിൽ തകർക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആൻഡ് അത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. സോ ഇതൊക്കെ ഒരു നിസ്സാര മെന്റൽ ബൂസ്റ്റ് ആയിരിക്കത്തില്ല തരിക. കാരണം എക്സാമ്പിൾ പറയാനാണ്, ലാസ്റ്റ് ഇയർ ബാർസലോണ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബയൺ മ്യൂണിക് വേഴ്സസ് ബാർസലോണ എപ്പോഴും ഒരു ബയൺ ഡോമിനേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ലാസ്റ്റ് സീസൺ ബയണിനെ തോപ്പിച്ചപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഒരു മെന്റൽ ബൂസ്റ്റ് ഹ്യൂജ് ആയിരുന്നു. അത് ആ സീസണിലേക്ക് പിന്നീട് കാണാനായിട്ട് സാധിച്ചു. സോ അതുപോലെ തന്നെ ആർസണൽ ഇപ്പം സീസൺ നല്ലപോലെയാണ് തുടങ്ങിയിരിക്കുന്നത്. കൂടാതെ സ്ഥിരം ആർസണലിന് പണി കൊടുക്കുന്ന ബയൺ മ്യൂണിക്കിനെ ആധികാരികമായി തന്നെ ഹോമിൽ തോപ്പിച്ചുകൊണ്ട് ബയൺ മ്യൂണിക് ആർസണൽ ഈ സീസണൊക്കെ VR സീരീസ് കണ്ടന്റേഴ്സ് ഫോർ ബോത്ത് പ്രീമിയർ ലീഗ് ആൻഡ് ചാമ്പ്യൻസ് ലീഗ് തന്നെ അറിയിക്കത്തക്ക രീതിയിലുള്ള പെർഫോമൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗ് ആണ് ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജിൽ ഫസ്റ്റ് ആണ് നിൽക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഇയർ നമ്മൾ കണ്ടാണ് ലിവർപൂൾ ഇതുപോലെ ആധികാരികമായി ജയിച്ചു പോയിട്ട് റൗണ്ട് ഓഫ് 16 എത്തിയപ്പം PSG തോപ്പിച്ച് പുറത്താക്കിയതാണ്. സോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അസ് ഓഫ് നൗ റൗണ്ട് ഓഫ് 16 ഗ്രൂപ്പ് ഫേസിലെ പെർഫോമൻസ് വൈസ് ആർസണലാണ് ഇപ്പോൾ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 കളികളും ജയിച്ചിരിക്കുകയാണ്. ആകപ്പാടെ ഒറ്റ ഗോളാണ് അവർ കൺസീഡ് ചെയ്തത്, അതും ഈ ബയണിന് അഗേൻസ്റ്റ്. സോ ഇന്നലെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ലൈനപ്പ് നോക്കുവാണെങ്കിൽ മിക്കൽ മെറീനോനെ തന്നെയാണ് സെൻട്രൽ ഫോർവേഡായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ലെഫ്റ്റ് സൈഡഡ് CB ആയിട്ട് മൊസ്ക്വേറ സ്റ്റാർട്ട് ചെയ്തു. കൂടാതെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ലൂയിസ് കെല്ലിയും സ്റ്റാർട്ട് ചെയ്തു. സോ ഇന്നലെ ആർസണൽ ടീമിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തൊരു പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ അത് ലൂയിസ് കെല്ലി ആയിരുന്നു. ആൻഡ് ലൂയിസ് കെല്ലിനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. കാലിഫോർണിയനെ ഹിൻകാപ്പിനെ ആൾ ബെഞ്ച് ചെയ്യുന്ന ഒരു സിനാരി നമ്മൾ കണ്ടു. അതിനപ്പുറത്ത് ബയൺ മ്യൂണിക്കിന്റെ ലൈനപ്പ് ഒക്കെ നമുക്ക് കാണാം. അത്യാവശ്യം സ്ട്രോങ് ലൈനപ്പ് അവർ അവൈലബിൾ പ്ലേയേഴ്സ് വെച്ചാണ് ഇറക്കിയിരിക്കുന്നത്. ലൂയിസ് ഡിയാസ് സസ്പെൻഷൻ കാരണം അവൈലബിൾ അല്ലായിരുന്നു. പകരം ലെനറ്റ് കാർ എന്ന് പറയുന്ന 17 വയസ്സുകാരനായ സെൻസേഷൻ, ആർഗ്യുബിലി ബയണിന്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. ആ പിച്ചിൽ ഗോളും സ്കോർ ചെയ്ത ആളാണ്. 17 വയസ്സുകാരനാണെന്ന് തോന്നിക്കുന്നതിൽ അമ്മാതിരി ലെവൽ ഓഫ് പെർഫോമൻസ്, ഭയങ്കര മെച്യൂരിറ്റിയും കമ്പോഷറും എല്ലാം നമ്മൾ പിച്ചിൽ കാണുകയുണ്ടായി. ചെക്കനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ലൂയിസ് ഡിയാസിനെ മിസ് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ ചെയ്തിരുന്നു. റിയലി മിസ് ചെയ്തിരുന്നു ലൂയിസ് ഡിയാസിന്റെ ഇന്റൻസിറ്റി അപ്പ് ഫ്രണ്ട്, എസ്പെഷ്യലി ബയൺ മ്യൂണിക്ക്. ആൻഡ് മാച്ചിന്റെ സ്റ്റാർട്ടിൽ ബയൺ കുറച്ച് കൺട്രോൾ കിട്ടുന്ന പോലെ തോന്നി. പക്ഷെ പിന്നീട് ആർസണൽ ഗെയിമിലോട്ട് വരുന്നതാണ് കണ്ടത്. സെറ്റ് പീസുകളെല്ലാം ആർസണൽ ഡേഞ്ചർ സിനാരിയോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലാണെങ്കിലും. സോ സെറ്റ് പീസിലൂടെ തന്നെയാണ് ആർസണൽ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. ആൻഡ് സുബിമെൻഡി വിൻ ചെയ്യുന്ന ഒരു കോർണർ സാക്ക എടുക്കുന്നു. അത് ടിംബർ കൺവേർട്ട് ചെയ്തുകൊണ്ട് 1-0 ഒരു ലീഡ് ആർസണൽ എടുക്കുകയാണ്. അതിനുശേഷം ആർസണലാണ് ആ ഒരു ഗോൾ എടുക്കുന്നു. അതിൻ്റെ കുറച്ച് ഫേസിൽ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യുന്നത്. കാരണം ബയൺ മ്യൂണിക്കിന് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. കെയിൻ ഡ്രോപ്പ് ചെയ്യുന്നു, ലിങ്കപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. ബയൺ മ്യൂണിക്കിന് അവർ തേർഡിൽ നിന്ന്, എസ്പെഷ്യലി മിഡ് തേർഡിൽ നിന്ന് ആർസണലിൻ്റെ ഫൈനൽ തേർഡിലോട്ട് കടക്കാനായിട്ട് സാധിക്കുന്നില്ല. ആർസണൽ കംഫർട്ടബിളി ബോൾ വിൻ ചെയ്യണം. അതിലെ ബിഗ്ഗസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആയാലും വർക്ക് ചെയ്തൊരു പ്ലെയർ സുബിമെൻഡിയാണ്. സുബിമെൻഡി വാസ് റിയലി ഗുഡ്. ആളുടെ പൊസിഷനിങ് നൈസ് ആയിരുന്നു. മേ ബി ഇന്നലെ സ്റ്റാറ്റ്സ് നോക്കുമ്പോഴേക്കും ആൾ 5-ൽ ഒരു ഡ്യൂരോയിലും വിൻ ചെയ്തിട്ടില്ല ഗ്രൗണ്ട് ഡ്യൂൽസിൻ്റെ കാര്യത്തിൽ കിടക്കുന്നത്. പക്ഷേ നമ്മൾ മാച്ച് കണ്ടവർക്കറിയാം പുള്ളിയുടെ പൊസിഷനിങ്, അഗ്രഷൻ കൊടുത്ത രീതി, കൂടാതെ എസ്പെഷ്യലി പുള്ളി ഡ്രോപ്പ് ചെയ്ത് പലപ്പോഴും ആ തേർഡ് CB ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഡെക്ലൻ റൈസിന് കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ റൺ നടത്താനായിട്ട്. അതൊക്കെ ഒന്നൊന്നര മൊമെന്റ്സ് ആയിരുന്നു. എസ്പെഷ്യലി ആർസണൽ ബാക്കിൽ ബിൽഡ് ചെയ്യുമ്പോഴേക്കും ഒരു പ്രഷർ, നമുക്കറിയാം ബയൺ ചാടി എല്ലായിടത്തോട്ടും വീഴുകയല്ല, പക്ഷെ അവർ പതുക്കെ ഫേസ് മോമെന്റ് സെലക്ട് ചെയ്ത റൈറ്റ് ഫേസിൽ പ്രസ് ചെയ്യാൻ ശ്രമിക്കും. സോ ആർസണൽ മൊസ്ക്വേറ ടിംബറും എല്ലാം കൂടെ അവരുടെ ബിൽഡപ്പ് ഫേസിൽ ഇൻവോൾവ് ചെയ്ത് അടുത്തൊരു ലെവലിലോട്ട് കടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബയൺ വന്ന് കവർ ചെയ്യുന്നു, എല്ലാ സോൺസും മാർക്ക് ചെയ്യുന്നുള്ള ഒരു സിനാരിയോ വരുമ്പോഴേക്കും സുബിമെൻഡിയാണ് പലപ്പോഴും ആ ഒരു എക്സ്ട്രാ അഗ്രസീവ് സ്റ്റെപ്പ് എടുക്കുന്നത്. ആ ഒരു പാസ്, മേ ബി ഒരു എക്സ്ട്രാ അഗ്രസീവ് പാസ് റൈസിലോട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആൻഡ് റൈസ് പോലത്തെ ടെക്നിക്കൽ അബിലിറ്റി ഉള്ള ഒരു പ്ലെയർ മിഡ്ഫീൽഡിലുള്ളതും റിയലി ഹെൽപ്ഫുൾ ആണ്. സോ സുബിമെൻഡി ആൻഡ് റൈസിനിടയിലുള്ള കോമ്പിനേഷൻ റിയലി ഗെയിം ചേഞ്ചറാണ് ആർസണലിന്. ഇന്നലെ എസ്പെഷ്യലി ബയൺ മ്യൂണിക്ക് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ഇവർ രണ്ടുപേരും കണ്ടെയ്ൻ ചെയ്യാനായിട്ട്. കൂടാതെ ടിംബർ ഹു സ്കോർ ദ ഫസ്റ്റ് ഗോൾ, മാച്ചിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള പ്ലെയർ,
100% എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ ബയൺ മ്യൂണിക് വാസ് ക്രിയേറ്റിംഗ് നത്തിങ്. ഡിഫെൻസീവ്ലി ലോക്ക് ചെയ്തു ബയൺ മ്യൂണിക്കിനെ അവിടെ. ആൻഡ് ഒഫെൻസീവ്ലി പുള്ളി ത്രെട്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 1-0 ലീഡ് എടുക്കുകയാണ്. ആൻഡ് സെക്കൻഡ്, അതായത് കളിയിലെ രണ്ടാമത്തെ ഗോൾ വരുന്നത് ബയണിൻ്റെ ഈക്വലൈസിങ് ഗോളാണ്. അത് കിമ്മിച്ചിൻ്റെ ഒരു 1.5 ബോൾ ടു ഒലീസെ. ആൻഡ് ഒലീസെ അവിടെ ബോൾ ടച്ച് ചെയ്യുന്ന ഒരു 1.5 ടച്ചായിരുന്നു. ആൻഡ് ഒലീസയുടെ ക്രോസ് ഇൻ ടു ദ ബോക്സ്, ലെനറ്റ് കാൾ വന്നത് ഫിനിഷ് ചെയ്യുകയാണ്. 1-1 ഈക്വലൈസ് ചെയ്യാണ്. അവിടെ ലൂയിസ് കെല്ലിയുടെ പൊസിഷനിങ് വാസ് സോ ബാഡ്. ലൂയിസ് കെല്ലി ഇന്നലത്തെ മാച്ചിൽ റിയലി സ്ട്രഗിൾ ചെയ്യുന്ന പറയുന്നത്. ഇന്നലെ ബയൺ ഗോൾ സ്കോർ ചെയ്യുവാണെങ്കിൽ ആ ലൂയിസ് കെല്ലിയുടെ വീക്ക്നെസ്സിൽ നിന്നാണെന്ന് നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം പുള്ളിയുടെ പൊസിഷനിങ് വാസ് സോ ബാഡ്. ആൻഡ് സെക്കൻഡ് ഹാഫിലാണെങ്കിലും ബയൺ ക്രിയേറ്റ് ചെയ്ത ഒരു ചാൻസ്, മേ ബി ലെനറ്റ് കാളിന് കിട്ടിയ ഒരു ചാൻസ് ഉണ്ട്. അതും ലൂയിസ് കെല്ലിയുടെ പോർ പീസ് ഓഫ് ഡിഫെൻഡിങ് എന്ന് വന്നതാണ്. സോ ഒരു ബയൺ ഇന്നലെ ആകപ്പാടെ ബയൺ ഓപ്പൺ ആയി കിട്ടിയ ഒരു ഏരിയ ലൂയിസ് കെല്ലിയുടെ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമാണ്. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നു. ഫസ്റ്റ് ഹാഫ് ആദ്യത്തെ ഫസ്റ്റ് ഒരു 25-30 മിനിറ്റ്സ് ആർസണൽ നല്ലപോലെ കളിക്കുന്നു. ലാസ്റ്റ് 20-25 മിനിറ്റ്സ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും, എസ്പെഷ്യലി ലാസ്റ്റ് 20 മിനിറ്റ്സ് ഒരു 15 മിനിറ്റ്സ് നമ്മൾ ബയൺ നല്ലപോലെ കളിക്കുന്നതാണ്. ബയൺ 2-3 നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എസ്പെഷ്യലി ഈ ബയൺ ഈക്വലൈസിങ് ഗോൾ സ്കോർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എസയ്ക്ക് ഒരു നല്ല ചാൻസ് കിട്ടിയിരുന്നു, അതാൾ മിസ് ചെയ്യുന്നുണ്ട്. കൂടാതെ വേറൊരു ചാൻസ് ഈ ബയൺ 1-1 ആക്കിയതിന് ശേഷം ഒരു നല്ലൊരു ചാൻസ് സ്റ്റാനിസിച്ച് ഷോട്ട് എടുത്ത് വൈഡിലോട്ട് കറിയുന്നത്. അത് മേ ബി ക്രോസ് ബോക്സിലോട്ട് ഇടുമായിരുന്നെങ്കിൽ സെക്കൻഡ് പോസ്റ്റിൽ ഫാർ പോസ്റ്റിൽ അവിടെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ടായിരുന്നു പൗലോവിച്ച് മേ ബി ഈസി ഒരു ടാപ്പിനായിരുന്നു. പക്ഷെ അവിടെ സ്റ്റാനിസിച്ച് കാണുന്നില്ല പൗലോവിച്ചിനെ. മേ ബി അവിടെ 2-1 ആക്കുമായിരുന്നു, ഹൂനോസ്. ആൻഡ് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഇതാണ് ആർസണലിനെ ഡിഫറൻറ്റ് ഗ്രേവി ആക്കുന്നത്. ആർസണലിനെ അഗേൻസ്റ്റ് പിടിച്ച് നിൽക്കണമെങ്കിൽ യു നീഡ് ഹൈ സ്റ്റാമിന. അത് പറയാതിരിക്കാൻ വയ്യ. മെറീനോ ആണ് ഇന്നലെ സെൻറ്റർ ഫോർവേഡായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആൾ ഇന്നലെ ഡ്രോപ്പ് ചെയ്ത് ഗെയിമിൽ കോൺസ്റ്റന്റ് ത്രെട്ട്, എസ്പെഷ്യലി ഓഫ് ദ ബോൾ നല്ലപോലെ വർക്കൗട്ട് എടുക്കുന്നുണ്ടായിരുന്നു, ബോൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. and ആളുടെ മൂവ്മെൻറ്റ്സ് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മിക്കൽ മെറീനോ ഇഫ് എവരിബഡി ഈസ് വിത്ത് ആർസണലിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് മിഡ്ഫീൽഡിൽ ഒരു സ്റ്റാർട്ടറാണോ ഫ്രണ്ടിൽ ഒരു സ്റ്റാർട്ടറാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ പുള്ളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടീം ഡൗൺ ആവണമെന്ന് ചോദിച്ചാൽ ഇല്ല. ഗ്യോക്രസ് തിരിച്ചു വന്നാൽ ബ്രിട്ടീഷുകാർ ഗ്യോക്രസ് സെൻറ്റർ ഫോർവേഡായിട്ട് തിരിച്ചു വരും. പക്ഷേ മിക്കൽ മെറീനോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുള്ളിയുടെ ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. പുള്ളിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു, അതിന് മേൽ പുള്ളി പെർഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് റിയലി വണ്ടർഫുൾ. അത് പറയാതിരിക്കാൻ വയ്യ. ആൻഡ് സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ്. സെക്കൻഡ് ഹാഫിൽ ഇതാണ് ആർസണലിൻ്റെ സ്ട്രെങ്ത്. നിങ്ങൾക്ക് സ്റ്റാമിന ഇല്ല, നിങ്ങൾക്ക് ഒരു പടിയോടെ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിനേക്കാളും ഒരു പടി മുന്നിൽ കളിക്കണം. കാരണം ആർസണലിന് ഇപ്പോൾ ഈ സീസൺ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ പോകും നമുക്കറിയത്തില്ല. പക്ഷേ അസ് ഓഫ് നൗ ആർസണൽ പ്ലേയേഴ്സിന് സ്റ്റാമിന ടോപ്പ് നോച്ചാണ്. ഇന്നലെ ട്രൊസാർഡിനൊക്കെ ഇഞ്ചറി പറ്റുന്നുണ്ട്, പ്ലേയേഴ്സിന് ഇതിനിടയ്ക്ക് ഇഞ്ചറി പറ്റുന്നുണ്ട്. പക്ഷേ പിച്ചിലുള്ള പ്ലേയേഴ്സ് 100% കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചുകൂടെ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് കളിക്കുന്നുള്ളതാണ് സെക്കൻഡ് ഹാഫ്. അതാണ് പറയുന്നത്. എഗെയിൻസ്റ്റ് ആർസണൽ ഫോക്കസ്ഡ് ആയിരിക്കണം. എസ്പെഷ്യലി ഫിസിക്കലി നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം. ഫിസിക്കലി ഗെയിമിൽ കാണണം. കാരണം എന്തെങ്കിലും കാരണവശാൽ ഒരു ഇൻറ്റൻസിറ്റി ഡൗൺ ആക്കുവാണെങ്കിൽ ആർസണലിൽ ക്യാപിറ്റലൈസ് ചെയ്യും. സെക്കൻഡ് ഹാഫിൽ ബയണിൻ്റെ ഇൻറ്റൻസിറ്റി താഴോട്ട് പോകുന്നു, ആർസണലിൽ ക്യാപിറ്റലൈസ് ചെയ്യുന്ന സിനാരിയാണ് നമ്മളുണ്ട്. ബയൺ റിയലി സ്ട്രഗിൾ ചെയ്യുവാണ്. പല കോർണർ കിക്സും കംഫർട്ടബിളി എന്നാ പറയുക വിൻ ചെയ്യുകയാണ്. ഇപ്പം വേറൊരു കോർണർ കിക്ക് സിനാരിയോ വിൻ ചെയ്യുന്നു. ആ കോർണർ കിക്ക് സിനാരിയോ വിൻ ചെയ്യുന്ന സിനാരിയോ കാണാം. കിമിച്ചിൻ്റെ കാല് ബോൾ കിട്ടുന്നത് കിമിച്ച് നേരെ സാക്കയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കിമിച്ച് പോലത്തെ ഒരു പ്ലെയർ മിസ്റ്റേക്ക് നടത്തുവാണ്. ആൻഡ് സാക്കയുടെ ഷോട്ട് മ്യൂവർ സേവ് ചെയ്യുന്നു. ആൻഡ് കോർണർ കിട്ടുന്നു. ഡെക്ലൻ റൈസ് എടുക്കുന്ന കോർണർ മെറീനോ ഷുഡ് ഹാവ് സ്കോർ ദാൻ. മെറീനോ ഒരു ഫ്രീ ഹെഡർ ജസ്റ്റ് വൈഡിലോട്ട് പോവുകയാണ്. പിന്നെ മാഡുവേക്കനെ ഫൗൾ ചെയ്തതിന് ഒരു ഫ്രീ കിക്ക് വിൻ ചെയ്യുകയാണ്. ഉപ്പമയ്ക്കാണ് ഫൗൾ ചെയ്തതിന്. ആൻഡ് ആ ഫ്രീ കിക്ക് എടുക്കുന്നത് ആരാണ്? ഡെക്ലൻ റൈസ് ആണ്. ഡെക്ലൻ റൈസ് എടുക്കുന്ന ഫ്രീ കിക്ക് ബൗൺസ് ചെയ്ത് മൊസ്കോറയുടെ തലയിലോട്ട് പാകത്തിന് കിട്ടുവാണ്. അവിടെ മാനുവൽ ന്യൂവറിൻ്റെ ഒരു ഹെഡർ ഒരു 1.5 സേവ് നടത്തുകയാണ് നമ്മൾ നോക്കാനായിട്ടാണ്. മൊസ്കോറയുടെ ഹെഡർ മാനുവൽ ന്യൂവർ ഒരു 1.5 സേവ് നടത്തുകയാണ്. അവിടെ 2-1 ആക്കാനായിട്ടുള്ള പറ്റിയ അവസരമായിരുന്നു. സോ ഇതിനിടയ്ക്ക് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കുറച്ച് ചേഞ്ചുകൾ വരുത്തുന്നുണ്ട്. ഇപ്പം എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രൊസാർഡിന് ഇഞ്ചറി പറ്റി മാഡുവേക്കൻ ഇറക്കേണ്ട ഒരു സിനാരിയോ ഉണ്ട്. ലൂയിസ് കെല്ലിയാണ് ആ ടീമിലെ വീക്ക് ലിങ്ക് എന്നുള്ള ഒരു കാര്യം ഓൾമോസ്റ്റ് മനസ്സിലായിരുന്നു. സോ കാലിഫ്യോറിനെ ഇറക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു. കൂടാതെ അനദർ സൂപ്പർ സബായ മാർട്ടിനെലി. ഇപ്പോൾ സാക്ക ഇന്നലെ വാസ് ബിറ്റ് ഓഫ് ഉള്ള പറയാമല്ലോ. ആളെ നല്ലപോലെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ടു ആൻ എക്സ്റ്റെൻഡ്. അത് ബിറ്റ് ഓഫ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടായിരുന്നു. സോ സാക്കേനെ മാറ്റിയിട്ട് മാർട്ടിനെല്ലിനെ കൊണ്ടുവരുന്ന സിനാരിയോ നമ്മൾ വന്നു. സോ റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസും കോച്ച് നടത്തുന്ന ഒരു സിനാരിയോ നമ്മൾ കാണുകയുണ്ടായി. സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ആൾ നടത്തുന്നു. അതിൻ്റെ ഇടയ്ക്ക് റൈസിൻ്റെ ഒരു 1.5 മൂവ് ഉണ്ടായിരുന്നു. റൈസ് ബോൾ വിൻ ചെയ്തിട്ട് ആൾ ബോക്സിലോട്ട് റണ്ണ് നടത്തുന്നു. അവിടുന്ന് നമുക്ക് കാണാം ഒരു ഷോട്ട് എടുക്കുന്നത് മാനുവൽ ന്യൂവറിൻ്റെ ഒരു കിടിലൻ സേവ് ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. പിന്നീടാണ് ആ സെക്കൻഡ് ഗോൾ വരുന്നത്. നമുക്ക് കാണാം കാലിഫ്യോറിയുടെ ഇമ്പാക്റ്റ് പിച്ചിൽ ഉണ്ടാക്കുന്ന ഒരു സിനാരിയോ. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഉപ്പമക്കാനോ കൊടുത്ത ഒരു പാസ് ഡെക്ലൻ റൈസ് വന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യുവാണ്. എന്നിട്ട് ആൾ വൈഡിലോട്ട് ബോൾ ഇടുന്നു. എനിക്ക് മാർട്ടിനെല്ലിലോട്ട് ഇടുന്നു. ആൻഡ് മാർട്ടിനെല്ലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കാലിഫോറിയുടെ റണ്ണ് കാണുകയാണ്. കാലിഫോറി ഇതാണ് കൊണ്ടുവരുന്നത്. ആ ഒരു റണ്ണ് ആൾ നടത്തുന്നു. ആൻഡ് കാലിഫോറിയുടെ കിഡിലൻ ക്രോസ് ഇൻ ടു ദ ബോക്സ്. നോനി മാഡുവൊക്കെ വന്ന് അത് അറ്റാക്ക് ചെയ്യുവാണ്.
2-1 ലീഡ് ആർസണൽ എടുക്കുകയാണ്. അതാണ് പറഞ്ഞത്. കാലിഫോർണിയ പിച്ച് വന്നപ്പോഴേക്കും ആർസണൽ ആ സൈഡ് ലോക്ക്ഡൗൺ ആയി. കാലിഫോർണിയയുടെ റോൾ ശരിക്കും നമുക്കും കൺഫ്യൂസ്ഡ് ആണ്. ആളെല്ലായിടത്തും ഉണ്ട്, പിച്ചിൽ എല്ലായിടത്തും ഉണ്ട്. ഈസ് റിയലി ഗുഡ് ഗോയിങ് ഫോർവേഡ്, ഓവർലാപ്പിംഗ് അണ്ടർലാപ്പിംഗ് റൺസ്. ഡിഫൻസീവിലി ലെഫ്റ്റ് കളിക്കുമ്പോൾ സെൻറ്റർ ബാക്കായിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ലെഫ്റ്റ് കളിക്കുമ്പോൾ ഹീസ് സോളിഡ്. കവർ ചെയ്യുന്നു പിച്ചിൽ എല്ലായിടത്തും. ഗെയിം റീഡ് ചെയ്യാനുള്ള അബിലിറ്റി, അതാണ് കാലിഫോർണിയയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ഭയങ്കര സ്ട്രെങ്താണ് അത്. കാലിഫോർണിയ ഒരു ലോട്ടറി തന്നെയാണ് ആർസണൽ, പറയാതിരിക്കാൻ വയ്യ. 2-1 ലീഡ് എടുക്കുകയാണ്. മൂന്നാമത്തെ ഗോള് വരുന്നൊരു സിനാരിയോ നമുക്ക് നോക്കുവാണെങ്കിൽ ബയൺ മ്യൂണിക് പ്ലേയേഴ്സ് അവരുടെ ഫൈനൽ തേർഡിലോട്ട് എത്തി. അവിടെ വെച്ച് ബോൾ വിൻ ചെയ്യുന്നു. അവിടെ ബോൾ ഓവർ ദ ടോപ്പ് ഇടുകയാണ് ആണെന്ന് തോന്നുന്നു. ബോൾ ഓവർ ദ ടോപ്പ് ഇടുകയാണ് മാർട്ടിനെല്ലി. സോ മാർട്ടിനെല്ലിയിലോട്ട് ബോൾ വരുന്നു. മാർട്ടിനെല്ലിയുടെ ആ ഒരു ഫസ്റ്റ് ടച്ച് കിട്ടിലും ഫസ്റ്റ് ടച്ച് ആയിരുന്നു. അത് മാനുവൽ ന്യൂയർ ഔട്ട് ഓഫ് പൊസിഷൻ ആയിരുന്നു. മാനുവൽ ന്യൂയറിനെ ബീറ്റ് ചെയ്യുന്നു. എന്നിട്ട് പോയി അത് ഫിനിഷ് ചെയ്യാണ്, കംഫർട്ടബിളി ഫിനിഷ് ചെയ്യുന്നു. 3-1 ലീഡ് എടുക്കുകയാണ്. അവിടെ മാനുവൽ ന്യൂയർ പുറത്തോട്ട് വരാനായിട്ട് പാടില്ലായിരുന്നു. മാനുവൽ ന്യൂയർ ഇന്നലത്തെ നല്ല 2-3 സേവുകൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അത് മാനുവൽ ന്യൂയറിൻ്റെ ഒരു മോശം പീസ് ഓഫ് വർക്കായിരുന്നു, എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. 3-1 ലീഡ് എടുക്കുകയാണ്. പിന്നീട് കംഫർട്ടബിളി ബയൺ ഡിഫെൻഡ് ചെയ്യുന്നു. അറ്റ് ദ എൻഡ് 3-1 വിക്ടറി ആയിട്ട് തോന്നുന്നു. മേ ബി സ്കോർ ലൈൻ ഇതിൽ മോശമാവായിരുന്നു, എസ്പെഷ്യലി മെറീനോയ്ക്ക് കിട്ടിയ ഹെഡറെ, ഡെക്ലൻ റൈസിൻ്റെ ഷോട്ട് സേവ് ചെയ്തത്. സോ ഇങ്ങനത്തെ പിന്നെ മൊസ്കോറയുടെ ഹെഡറെ. സോ ധാരാളം ചാൻസുകൾ സെക്കൻഡ് ഹാഫ് ആർസണൽ ക്രിയേറ്റ് ചെയ്തു. അത് കൺവേർട്ടോടെ ചെയ്യുകയാണെങ്കിൽ സ്കോർ ലൈൻ 3-1 നിൽക്കത്തില്ലായിരുന്നു. ബയൺ മ്യൂണിക്കിന് മേ ബി ഒരു ഹ്യൂമിലിയേഷൻ ആയിരുന്നു. സോ എടുത്തു പറയേണ്ട കാര്യമാണ്, ഇറ്റ്സ് എ ഗ്രേറ്റ് പെർഫോമൻസ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പെർഫോമൻസ് തന്നെയാണ്. ഇനി വരാൻ പോകുന്ന ചെൽസിക്ക് അഗേൻസ്റ്റ് ആണ്. ചെൽസി നമുക്കറിയാം ബാർസയെ തോപ്പിച്ച് പംഡപ്പായിട്ടാണ് വരുന്നത്. 1 vs 2 ഇൻ ദ പ്രീമിയർ ലീഗാണ് നടക്കാൻ പോകുക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിരിക്കും സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടക്കാനായിട്ട് പോകാൻ. പ്രട്ടി ഷുവർ അബൌട്ട് ദാറ്റ്. ലെറ്റ്സ് സീ. സോ അവിടെ നമ്മൾ നേരെ മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബിലോട്ട് പോവുകയാണെങ്കിൽ ലിവർപൂൾ റിയലി സ്ട്രഗിൾ ചെയ്യുകയാണ്, പറയാതിരിക്കാൻ വയ്യ. ലിവർപൂൾ ഇന്നലെ 4-1 PSV തോറ്റത്. പക്ഷേ ഞാൻ ഇനി പറയുകയാണെങ്കിൽ സ്ഥിരം പല്ലവിയാവും അല്ലേ. സോ വെർജിൽ വാൻ ഡൈക്കിൻ്റെ ട്രോള്, ബാസ്കറ്റ് ബോൾ കളിക്കുവാണോ എന്നുള്ളൊരു ട്രോൾ. സോ അത് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. കാരണം മാച്ചിൻ്റെ തുടക്കത്തിൽ വെച്ച് തന്നെ ഒരു ബോക്സിലോട്ട് ബോൾ വരുമ്പോഴേക്കും എന്ത് കണ്ടിട്ടാണ് വെർജിൽ വാൻ ഡൈക്ക് ആ കയ്യും പൊക്കി ചാടുന്നത്. അതോടെ ഒരു പെനൽറ്റി കിട്ടുകയാണ്. പെർസിച്ച് ആ പെനൽറ്റി കൺവേർട്ട് ചെയ്യുന്നു. 1-0 ലീഡ് എടുക്കുകയാണ്. സോ PSVക്ക് അഗേൻസ്റ്റ് ഹോമിൽ ആൻഫീൽഡിലാണ് കളിക്കുന്നത് ഒരു ഓർമ്മയാണ്. ഓക്കെ, PSV നാപ്പോളിക്ക് അഗേൻസ്റ്റ് 6 ഗോൾ അടിച്ച ടീമൊക്കെയാണ്, പക്ഷേ അത് അവരുടെ ഹോമിൽ. ബട്ട് ഇൻ ആൻഫീൽഡ് ബ്രോ, ഇൻ എ യൂറോപ്യൻ നൈറ്റ് യു ആർ ഗെറ്റിംഗ് ഡോമിനേറ്റഡ്. പിന്നെ പതുക്കെ ലിവർപൂൾ കളിയിലോട്ട് വരുന്ന പോലത്തെ ഒരു സിനാരി തോന്നി. സോ ഇന്നലെ ലിവർപൂൾ ഇടക്കിയ ലൈനപ്പിൽ കർട്ടിസ് ജോൺസ് ആണ് റൈറ്റ് ബാക്ക്, സബോസ്ലൈ മിഡ്ഫീൽഡിലോട്ട് വന്നു. സലൈൻ ഒക്കെ ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിനാരി നമ്മളുണ്ട്. കിറ്റിക്കയാണ് ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത് അലോങ് സൈഡ് ഗ്യാപ്പോ. ഇന്നലെ ഡിഫൻസീവ്ലി വാൻഡൈക്കും കോണാട്ടയും ഡ്രെഡ്ഫുൾ ആയിരുന്നു. ആസ് എ പ്ലെയർ റിയലി ഡ്രെഡ്ഫുൾ, ഭയങ്കര ഡ്രെഡ്ഫുൾ ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റും. രണ്ടുപേരും ഒരു പ്രൊഫഷണൽ പ്ലേയേഴ്സ് ആണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില സിനാരിയോസ് ഉണ്ടായിരുന്നു. അത്രയ്ക്ക് മോശമായിട്ടാണ് അവർ രണ്ടുപേരും കളിച്ചത് ഇന്നലത്തെ മാച്ചിൽ. സ്ഥിരം ബ്രോ സ്ലോട്ടിനും നമ്മൾ ബ്ലെയിം കൊടുക്കണം, പ്ലേയേഴ്സിനും ബ്ലെയിം കൊടുക്കണം. ആ ഈക്വലൈസിങ് ഗോൾ വന്നൊരു സിനാരി നമ്മൾ പറയത്തില്ല, ഡ്യൂവൽസ് വിൻ ചെയ്യുക, അഗ്രഷൻ കാണിക്കുക. അവിടെ ആ ബോൾ കർക്കസ് വിൻ ചെയ്യുന്നു, മക്കളിസ്റ്ററോട്ട് എടുക്കുന്നു. മക്കളിസ്റ്റർ വൈഡിൽ ഗ്യാക്പോയിലോട്ട് എടുക്കുന്നു. ഗ്യാക്പോ ബോക്സിലോട്ട് കയറുന്നു, ഷോട്ട് എടുക്കുന്നു. അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നത് നേരെ സബോസ്ലയുടെ കാലിലോട്ടാണ് എഴുതുന്നത്. സബോസ്ലായി കംഫർട്ടബിളി അത് ഫിനിഷ് ചെയ്യുന്നു. 1-1 ഈക്വലൈസ് ചെയ്യുകയാണ്. ഓക്കെ, യു ആർ ബാക്ക് ഇൻ ദ ഗെയിം. 1-1 കുറച്ചുകൂടെ ബെറ്റർ ആവാം. പക്ഷേ ലിവർപൂളിൻ്റെ പ്രസ്സിങ് ഇൻറ്റൻസിറ്റി അടുത്ത ഗോളുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാസ് സോ ബാഡ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റ് ചെയ്യുന്നില്ല. എനിക്ക് മനസ്സിലാത്ത കാര്യം, നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്ലേയേഴ്സ് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നില്ല ഓഫ് ദ ബോൾ. ഒന്നെങ്കിൽ ലോ ബ്ലോക്കിലോട്ട് പോവുക, ഇത്രയും കമ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അഗ്രസീവ് ആവാൻ പറ്റുന്നില്ലെങ്കിൽ. ഇത് എക്സ്ട്രാ അഗ്രസീവ്ലി നമ്പേഴ്സ് നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ വേണം, എന്നാൽ നമുക്ക് പ്രസ്സിങ് ഇൻറ്റൻസിറ്റി ഡൗൺ ആണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. സോ ലിവർപൂളിനെ കുറിച്ച് കൂടുതൽ പറയാൻ മനസ്സിലാണ്. ഈ സീസൺ സ്റ്റാർട്ടിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇപ്പം വാലിഡായി വരികയാണ്. ഈ ഗ്രാവൻബർഗിനെ DMF ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അന്ന് കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ബ്രോ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്. ലാസ്റ്റ് സീസൺ ലാസ്റ്റ് സീസൺ പ്രൂവ് ചെയ്തു, ബട്ട് ആളുടെ വീക്ക്നെസ്സുകൾ ഈ സീസൺ കൂടുതൽ എക്സ്പ്ലോയിറ്റഡ് ആവും. ടെക്നിക്കലി ഒരു DMF അല്ല. ലാസ്റ്റ് സീസണാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ റോൾ കളിക്കുന്ന കാണാൻ ആസ് എ സിംഗിൾ പ്ലെയർ പല അവസരങ്ങളിൽ. മക്കലിസ്റ്റർ പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായത്. സോ മക്കലിസ്റ്റർ ഇപ്പം ഫോം ഔട്ട് ആവുന്നു, ഗ്രാവൻബർഗ് കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നു. ഗ്രാവൻബർഗ് ഫോം ഔട്ട് ആവുന്നു, മക്കലിസ്റ്റർ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നു. സോ രണ്ടുപേരുടെയും ഫോം ഇപ്പം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു CDMനെ ആഡ് ചെയ്യാവുന്നത് എന്തുകൊണ്ട് എന്നുള്ള സീസൺ സ്റ്റാർട്ടിലെ ക്വസ്റ്റ്യൻ ഇപ്പം കൂടുതൽ വാലിഡ് ആവണം. കാരണം മിഡ്ഫീൽഡ് ലിവർപൂൾ ഈസ് ഗെറ്റിംഗ് ഡോമിനേറ്റഡ് ബോട്ട് ഓൺ ദ ബോൾ ആൻഡ് എസ്പെഷ്യലി ഓഫ് ദ ബോൾ. ഓഫ് ദ ബോൾ ലിവർപൂളിൻ്റെ സ്ട്രക്ചർ ഈസ് സോ ബാഡ്. പൊസഷൻ ലിവർപൂളിൻ്റെ കൈ കാണും, പക്ഷേ നമ്മൾ കളി കാണുമ്പം ബോത്ത് ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ ലിവർപൂൾ ഈസ് ഡൂയിങ് നത്തിങ് ഇൻ മിഡ്ഫീൽഡ്. ആൻഡ് തൊട്ടടുത്ത നിമിഷം ഒരു ഫ്രീ കിക്കിലൂടെ അവരൊരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഓഫ് സൈഡ് ആയതുകൊണ്ട് രക്ഷപ്പെടുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫ് കൊടുക്കുകയാണ് 1-1 സിനാരിയോയിൽ ലിവർപൂൾ നിൽക്കുകയാണ്. ഓക്കെ 1-1 സെക്കൻഡ് ഹാഫ്. ലെറ്റ്സ് സീ. ഫസ്റ്റ് ഹാഫ് അധികം നല്ലതല്ലായിരുന്നു, പക്ഷേ നമ്മൾ 1-1 നിർത്തി. സെക്കൻഡ് ഹാഫ് നമുക്ക് ഗെയിമിലോട്ട് വരാം. ഇല്ലില്ല, സെക്കൻഡ് ഹാഫിലും
കളി ലിവർപൂളിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതാണ് കാണുന്നത്. സോ ലിവർപൂൾ 2 ഗോളുകൾ കൺസീഡ് ചെയ്തു, 3 ഗോളുകൾ സെക്കൻഡ് ഹാഫ് കൺസീഡ് ചെയ്യുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ ഗോൾ കൺസീഡ് ചെയ്തത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ ലിവർപൂൾ കൺസീഡ് ചെയ്ത സെക്കൻഡ് ഗോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ പ്ലെയറിൻ്റെ കാലിലോട്ട് ബോൾ ഇടുമ്പോൾ സല ഡിഫെൻഡ് ചെയ്യാൻ ചെല്ലുവാണ്. സലയുടെ പ്രസ് ആൾ ബീറ്റ് ചെയ്യണം. സലയുടെ പ്രസ് ആൾ ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കുക അവിടെ കിട്ടുന്ന പാസിങ് ഓപ്ഷൻസ്. ഒന്നാമത് ലിവർപൂൾ ഡിഫൻസീവ് ട്രാൻസിഷനോട്ട് പോവുകയാണ്. ഓക്കെ, അവിടെ ലിവർപൂളിൻ്റെ നിങ്ങൾക്ക് ഗ്രൗംബർഗ് ആണെന്ന് തോന്നുന്നു. അവരുടെ ഒപ്പോണൻറ്റ് പ്ലെയറിൻ്റെ പുറകിലാണ്, അതായത് അവരുടെ പ്ലെയർ ഫ്രണ്ടിലാണ്. കൂടാതെ ആൾക്കുള്ള പാസിങ് ഓപ്ഷൻസ് നോക്കുക. സലേനെ ബീറ്റ് ചെയ്യുന്നു, സല പ്രസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഓക്കെ, ആൾ അടുത്ത ഫേസിലോട്ട് കടക്കുമ്പോഴേക്കും കിട്ടുന്ന പാസിങ് ഓപ്ഷൻസ് നോക്കുക. ഫൈനൽ തേർഡിലോട്ട് വരുമ്പോഴേക്കും അവിടെ ആ മറ്റേ കെർക്കസിൻ്റെ ഇടയിലും വെർജിൽ വാൻഡേക്കിൻ്റെ ഇടയിലും ക്രിയേറ്റ് ആയിരിക്കുന്ന സ്പേസ് നിങ്ങൾ നോക്കുക. ആൻഡ് റണ്ണേഴ്സ് വരികയാണ്. ആ പാസ് കറക്റ്റായിട്ട് ആൾ ഫൈൻഡ് ചെയ്യുന്നു, പോയി അത് ഫിനിഷ് ചെയ്യുകയാണ്. അത് കർക്കസിന് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ നോക്കാനായിട്ടാണ് 2-1 ലീഡ് എടുക്കുകയാണ് PSV. ആൻഡ് പിന്നീട് നമ്മൾ നോക്കുമ്പം ഇവരുടെ ഈ പൊസഷനുണ്ട്, ലിവർപൂൾ പ്ലേയേഴ്സിൻ്റെ കാലിൽ പൊസഷനുണ്ട്. പക്ഷേ അതിൽ നിന്ന് കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഹാഫ് ചാൻസുകൾ വരുന്നത് ഈസ് നോട്ട് കംഫർട്ടബിൾ. പ്ലേയേഴ്സ് അപ്പ് ഫ്രണ്ട് ഗ്യാപ്പ് ഉണ്ട്, സരയുണ്ട്, എക്കിറ്റിക്ക് ഉണ്ട്, ഇസാക്ക് ഉണ്ട്, ഇറങ്ങുന്നു, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ദേ ആർ നോട്ട് ഏബിൾ ടു ക്രിയേറ്റ് ചാൻസസ്. അഥവാ ഒരു ക്ലിയർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഹാഫ് ഹാർട്ടഡ്ലി പ്രസ് ചെയ്യുന്നു, ഹാഫ് ഹാർട്ടഡ്ലി ഈവൻ അറ്റാക്കേഴ്സ് കമ്മിറ്റ് ചെയ്യുന്നു, ഡിഫെൻസീവ്ലി വൾണറബിൾ. മൊത്തം ഇഷ്യൂസ്, സ്ലോട്ടിൻ്റെ ടാക്ടിക്കൽ ഇഷ്യൂ നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ എറേഴ്സോടെ വരികയാണ്. സോ ഈ ഒരു കേസ് സിനാരിയോ അവരുടെ ഗോൾ കീപ്പർ എടുക്കുന്ന കിക്ക് നേരെ കൊണാട്ടയുടെ വിൻ ചെയ്യുകയാണ്. അത് സബോസ്ലയുടെ ഭാഗത്തോട്ട് വരുന്നു, സബോസ്ല അത് ലൂസ് ചെയ്യുകയാണ്. പക്ഷേ അത് കൊണാട്ടയുടെ കാലിലോട്ട് വീണ്ടും വരികയാണ്, ബോൾ പൊങ്ങി വരികയാണ്. അവിടെ കൊണാട്ടയ്ക്ക് അത് കംഫർട്ടബിളി കൺട്രോൾ ആക്കാൻ, അല്ലെങ്കിൽ അടിച്ച് ക്ലിയർ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഒരു പാസ് കൊടുക്കാൻ, എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷേ കൊണാട്ടെ അത് മിസ് ചെയ്യുകയാണ്. ഈസിലി ആ പ്ലെയർ ബോളുമായിട്ട് റണ്ണ് നടത്തുകയാണ്. ഫൈനൽ ഫേസിലോട്ട് എത്തുന്നു. കൊണാട്ടയും വാണ്ടേക്ക് അവിടെ എത്തുന്നുണ്ട്. പക്ഷെ എന്നാലും ആൾ അവിടെ നിന്ന് ഒരു ഷോട്ട് എടുക്കുന്നു, അത് ബാറി തട്ടി റീബൗണ്ട് നേരെ അപ്പുറത്തേക്കുന്ന ഒരു പ്ലെയറിൻ്റെ കാലിലോട്ടാണ് കിട്ടുന്നത്. ആൾ അത് കൺവേർട്ട് ചെയ്യുകയാണ്. 3-1 കംഫർട്ടബിൾ ലീഡ് എടുക്കുകയാണ് PSV. പിന്നീട് 4ാമത്തെ ഗോളും കൂടെ ആയപ്പോഴേക്കും കളി ശുഭം. അത് സെക്കൻഡ് ആഡ് ഓൺ ടൈമിലാണ് വരുന്നത്. അത് ലിവർപൂൾ ലൂസ് ചെയ്യുന്ന ഒരു ബോൾ, ഫൈനൽ ഫേസിൽ വെച്ച് ലിവർപൂൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ബോൾ പാസ് അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു, കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡെസ്റ്റിൻ്റെ ഒരു കിടിലൻ മൂവ്മെൻറ്റ് നമുക്ക് കാണാം. ആൾ കട്ട് ചെയ്യുകയാണ്, അത് ഫിനിഷ് ചെയ്യാണ്, കംഫർട്ടബിളി 4-1 ആക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കാണുന്നു. പക്ഷേ നിങ്ങൾക്ക് ആ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിനാരിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പിക്ചറിൽ കാണാം. അവിടെ അവർ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, 3-1 കളി തോറ്റു, 4-1 ആയാലും വലിയ സംഭവം ഇല്ല. പക്ഷേ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ലിവർപൂൾ പ്ലേയേഴ്സ് അവിടെ നിൽക്കുകയാണ്. അവരുടെ ഡിഫൻഡേഴ്സ് ഡിഫെൻഡ് ചെയ്തോളും, ഫ്രണ്ടിൽ നിൽക്കുന്ന മിഡ്ഫീൽഡേഴ്സും അറ്റാക്കേഴ്സും ബാക്കിലോട്ട് വരത്തില്ല. ഇതെല്ലാ മാച്ചും കാണുകയാണ്. ഈ മാച്ച് മാത്രം കാണുമല്ലോ. ഈവൻ ലാസ്റ്റ് നമ്മൾ ലീഗ് മാച്ച് നോട്ടിംഗം ഫോറസ്റ്റിന് അഗേൻസ്റ്റ് കണ്ടു ഈ സെയിം സിനാരിയോ. സോ എല്ലാ മാച്ചും ഓക്കെ, നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് സം കമ്മിറ്റ്മെൻറ്റ് അല്ലേ ബോൾ യൂസ് ചെയ്യുമ്പോൾ. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണുന്നില്ല. സോ പ്ലേയേഴ്സും കോച്ചിനും ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അർനെ സ്ലോട്ട് സാക്ക് കൂടി വരികയാണ്. എനിക്കൊന്ന് ഈ വെസ്റ്റ് ഹാം മാച്ച് ക്രൂഷ്യൽ ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് ഈ വീക്കെൻഡ് വരുന്നത്. എന്താവും എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ ലിവർപൂളിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ടാക്ടിക്കലി പറയേണ്ട ആവശ്യമില്ല. എല്ലാ മാച്ചും കണ്ടുകൊണ്ടിരിക്കുന്ന സിനാരിയോ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോറ്റിരിക്കുകയാണ്. ലിവർപൂൾ ലീഗ് പൊസിഷനിൽ 12th ആയിരിക്കുകയാണ്, 12th അല്ല 13th തോന്നുന്നു ആയിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അവിടുന്ന് നമ്മൾ നേരെ മറ്റൊരു മാച്ച് ചെയ്യാനായിട്ടാണ് റയൽ മാഡ്രിഡ് 4-3 ഒളിമ്പിയാക്കോസ് എവേജ് എന്ന് ജയിച്ചിരിക്കുകയാണ്. കിലിയൻ എംബാപ്പെ നേടിയ 4 ഗോളുകളാണ് റയൽ മാഡ്രിഡിന് വിക്ടറി നേടിക്കൊടുത്തത്. ഇന്നലത്തെ മാച്ചിൽ കിലിയൻ എംബാപ്പയുടെ വിനീഷ്യസ് ജൂനിയറിൻ്റെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല പെർഫോമൻസ് ആയിരുന്നു ഇവർ രണ്ടുപേരും നടത്തിയത്. പക്ഷേ ഗെയിമിൻ്റെ സ്റ്റാർട്ടിൽ ഒളിമ്പിയാക്കോസ് സ്കോർ ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ഔട്ട്സൈഡ് ദ ബോക്സ് ഷോട്ട്, കിടിലൻ ഷോട്ടായിരുന്നു. 1-0 ലീഡ് എടുക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. അതിന് ഇന്നലെ റയൽ ഇറക്കിയ ലൈനപ്പ് വളരെ രസകരമായ ലൈനപ്പായിരുന്നു. റൗൾ അസൻസിയോനെയാണ് ആൾ CB ആയിട്ട് ഇറക്കിയത്. എലോങ് സൈഡ് അൽവാരോ കറേറാസ്, ഫെർണാണ്ടസ്, മെൻഡി ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് ആയിട്ട് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്, ബെല്ലിംഗം ലാസ്റ്റ് മൊമെന്റ് ഒരു നോക്ക് കിട്ടിയോണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഫിറ്റല്ലായിരുന്നു. ഗൂളർ വന്നു, വാൽവേഡയും കമവിംഗയും ചൗമനിയും മിഡ്ഫീൽഡ് 3 വരുന്ന സിനാരിയോ നമ്മൾ കണ്ടു. വിനി വന്നു, എംബാപ്പെ അപ്പ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. സോ ഈ ഒരു കേസ് മാച്ചിന് നമ്മൾ നോക്കുമ്പോഴേക്കും ലാസ്റ്റ് 15 മിനിറ്റ്സ് ഒക്കെ ഇപ്പം 4-3 ആക്കിയതിന് ശേഷം, എസ്പെഷ്യലി 4-2 നിൽക്കുന്ന സിനാരിയോയിൽ റൗൾ അസൻസിയോനെ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ബ്രഹീം ഡിയാസിനെ കൊണ്ടുവരാനായിട്ട് റൗൾ അസൻസിയോനെ മാറ്റുന്ന ഒരു സിനാരിയോ ഉണ്ട്. ഒരു ചൗമനി സെൻറ്റർ ബാക്ക് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ ബെഞ്ച് നോക്കുമ്പോഴേക്കും റയൽ മാഡ്രിഡിന് വേറെ സെൻറ്റർ ബാക്ക് ഓപ്ഷൻ ഇല്ല. റൗൾ അസൻസിയോയും കൂടെ ഇഞ്ചറി പറ്റിയ പണി പാടും. സോ ഹൗസൺ ഇല്ലായിരുന്നു, അവൈലബിൾ അല്ലായിരുന്നു. എടുത്തു പറയേണ്ട കാര്യം നമുക്കറിയാം റുഡിഗർ അവൈലബിൾ അല്ല, അലബ അവൈലബിൾ അല്ല, മിലിറ്റാവോ ഇഞ്ചേർഡ് ആണ്. സോ റയൽ മാഡ്രിഡ് ധാരാളം ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട്. സോ നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഓക്കെ, റൗൾ അസൻസിയോനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് നമുക്ക് ഓർക്കാം. 4-2 മേ ബി ടീം കംഫർട്ടബിളി ഡിഫെൻഡ് ചെയ്യും, ലാസ്റ്റ് കൊണ്ട് ബോട്ടിൽ ചെയ്യത്തില്ല എന്ന് ഓർത്ത് കാണും. പക്ഷേ ബോട്ടിൽ ചെയ്തേനെ. പിന്നീട് നമ്മൾ കണ്ടു ഭയങ്കര അഗ്രസീവ് ഹൈലൈനാണ് ഇവർ കളിച്ചുകൊണ്ടിരുന്നത്. അതുതന്നെയാണ് പണി പാളിയത്. വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു കിഡിലൻ ഔട്ട്സൈഡ് ദ ബൂട്ട് പാസ് എംബാപ്പേനെ ഫൈൻഡ് ചെയ്യുന്നു. അതിൻ്റെ എംബാപ്പെ പോയി അത് ഫിനിഷ് ചെയ്യുകയാണ്. പിന്നീട്
ഗൂളറിൻ്റെ ഒരു ക്രോസ് ഹെഡറിലൂടെ എംബാപ്പെ 2-1 ആക്കുന്ന ഒരു സിനാരി നമ്മൾ കണ്ടു. പിന്നീട് കമവിംഗയുടെ ബോൾ ഓവർ ദ ടോപ്പ്, അവിടെ ഓഫ് സൈഡ് ട്രാപ്പ് എംബാപ്പെ ബീറ്റ് ചെയ്ത് പോയി ഗോൾ അടിക്കുന്നുണ്ട്. സോ 3-1 കംഫർട്ടബിൾ ആക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. പിന്നീടാണ് നമ്മൾ നോക്കാനാണെങ്കിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു നല്ല ഗോൾ ഉണ്ടെന്ന് ഔട്ട് സൈഡ് ദ ബോക്സ് എംബാപ്പെ എടുത്ത അവിടെ കമ്പയിൻ ചെയ്ത് എംബാപ്പയുടെ കമ്പയിൻ ചെയ്തൊരു ഷോട്ട്, അത് ഓഫ് സൈഡ്, എംബാപ്പെ ഓഫ് സൈഡ് ആയതുകൊണ്ട് ഗോൾ റൂൾ ഓഫ് ചെയ്യാണ് ഓഫ് സൈഡ് ആയതുകൊണ്ട്. ആൻഡ് 3-1 സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ നോക്കുവാണെങ്കിൽ പതുക്കെ റയൽ മാഡ്രിഡ് ചെറിയ രീതിയിൽ താളം തെട്ടുന്ന പോലെ തോന്നി. ഓക്കെ 3-1 കംഫർട്ടബിൾ ആവുന്നു, സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. മേ ബി ഫോക്കസ് പോയെന്നൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും അൽവാറോ കറേറാസ് വാസ് റിയലി സ്ട്രഗ്ലിങ്, എടുത്തു പറയേണ്ട കാര്യമാണ്. ആൻഡ് അവരൊരു ഹെഡറിലൂടെ, ടറേമിയുടെ ഹെഡറിലൂടെ, ഈ തവണ വരുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നുള്ള ക്രോസിൽ നിന്ന് റയലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നുള്ള ക്രോസിൽ നിന്ന് ടറേമി ഒരു ഹെഡറിലൂടെ 3-2 ഒക്കെയാണ്. പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു 1.5 മൂവ് എംബാപ്പേനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് എംബാപ്പെ ഫിനിഷ് ചെയ്തുകൊണ്ട് 4-2 ആക്കുകയാണ്. കംഫർട്ടബിൾ ആയെന്നൊരു സിനാരിയോ, പക്ഷേ തീർന്നില്ല. മൂന്നാമത്തെ ഗോൾ അവരടിക്കുന്ന ഒരു സിനാരിയോ വന്ന് ഈ തവണ റയൽ മാഡ്രിഡിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ക്രോസ് വരുന്നു. അവർ അൽവാറോ കറേറാസ് ഫെർണാണ്ടസ് ബെല്ലിംഗമാണ് നിങ്ങൾക്കാണ് അവിടെ വരുന്നത്. കറേറാസ് ഫെർണാണ്ടസ് ഒരു സെൻറ്റർ ബാക്കായിട്ട് എന്തുകൊണ്ട് കംഫർട്ട് അല്ല എന്ന് അറിയുന്ന ഒരു ഗോളായിരുന്നു. ആളവിടെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യുന്നില്ല, അധികം കമൻറ്റേറ്റേഴ്സും പറയുന്നുണ്ടായിരുന്നു. കംഫർട്ടബിളി ആൾ ഹെഡർ വിൻ ചെയ്ത് 4-3 ആക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. പിന്നീട് ലാസ്റ്റ് മൊമെൻറ്റ് കോൺസ്റ്റൻ്റ്ലി ക്രോസുകൾ വരുന്നുണ്ടായിരുന്നു, മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ലൂനിൻ്റെ നല്ല 2 സേവുകളുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും ലാസ്റ്റ് മൊമെൻറ്റ് 2-3 ചാൻസുകളോട് അവസാനം അവർ ക്രിയേറ്റ് ചെയ്തു. ഹാഫ് ചാൻസുകളാണെന്ന് പറയാം, പക്ഷേ എന്നാലും 4-4 ആക്കായിരുന്നു ഒളിമ്പിയാക്കോസ് എന്ന് വിചാരിക്കണം. സോ ഡിഫെൻസീവ്ലി റയൽ മാഡ്രിഡ് വാസ് ഓൾ അറൗണ്ട്. കുറച്ചേറെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ക്വസ്റ്റ്യബിളാണ്, പക്ഷേ ടു ആൻ എക്സ്റ്റെൻറ്റ് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പുള്ളിക്ക് ഓപ്ഷൻസ് കുറവാണെന്നുള്ളത്. റൗൾ എസൻസിയെ കൂടെ ഇഞ്ചറി പറ്റിയാൽ ആകപ്പാട് ഇഷ്യൂ ആവും. സോ അതും കൂടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. സോ അറ്റ് ദ എൻഡ് ഇവഞ്ച്വലി ഒരു 4-3 വിക്ടറി ആയിട്ട് റയൽ മാഡ്രിഡ് വരുവാണ്. എംബാപ്പയുടെയും വിനിയുടെയും ഷോ അതാണ് ഹെൽപ്പ് ചെയ്തത്. ബാക്കി ആരെയും നമുക്ക് അങ്ങനെ എടുത്ത് പറയാനായിട്ട് പറ്റത്തില്ല. ബാക്കി എല്ലാവരും ഡിഫെൻസീവ്ലി റയൽ മാഡ്രിഡ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ട്രെൻഡ് ഒഫൻസീവ്ലി വാസ് ഗുഡ്, ബട്ട് ഡിഫെൻസീവ്ലി ട്രെൻഡിനെ അവർ എക്സ്പ്ലോയിറ്റഡ് ആക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അൽവാറോ കറേറാസ് CB ഈ പരിപാടി നടക്കുമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, പക്ഷേ അത് അധികം നല്ലൊരു സംഭവമാണെന്ന് തോന്നുന്നില്ല ഇന്നലത്തെ പെർഫോമൻസ് കണ്ടിട്ട്. ലെറ്റ്സ് സീ. ചാബി അലോൺസോ എന്തായാലും ജയിച്ചിട്ടുണ്ട്. അവർ 5th സ്പോട്ടിലുണ്ട്. ആകപ്പാട് ഒരേ ഒരു മാച്ചേ തോറ്റിട്ടുള്ളൂ. സോ മറ്റ് കുറേ മാച്ചുകളുടെ അനാലിസിസ് നമുക്ക് പിന്നീട് ചെയ്യാം. PSG-യുടെയും അത്ലറ്റിക്കോയുടെ ഒക്കെ നല്ല മാച്ചുകളുണ്ടായിരുന്നു. ഇന്നലത്തെ സിറ്റിയുടെ മാച്ചും ലെവർകൂസൻ സിറ്റിയെ തോപ്പിക്കുന്ന സിനാരി നമ്മളുണ്ട്. സ്പോർട്ടിംഗ് ജയിച്ചു. അറ്റ്ലാന്റ 3-0 വിക്ടറി ആയിട്ട് ഫ്രാങ്ക്ഫർട്ടിനെ തോപ്പിച്ച് വരുന്നുണ്ട്. സോ ലെറ്റ്സ് എന്തായാലും ലീഗ് ടേബിൾ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചുകളെ കുറിച്ചുള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.